98-ാം വയസ്സിലും സാഹിത്യ ലോകത്ത് സജീവമായി പ്രശസ്ത സാഹിത്യ നിരൂപക ഡോക്ടർ എം ലീലാവതി. മഹാഭാരതത്തെക്കുറിച്ചുള്ള പഠനമായ ഭാരതാലോകമെന്ന പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം തൃക്കാക്കരയിലെ ടീച്ചറുടെ വസതിയിൽ നടന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സാഹിത്യകാരൻ എൻ ഇ സുധീറിനു നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. 98-ാം വയസ്സിലും സാഹിത്യ ലോകത്ത് സജീവമായി തുടരുകയാണ് പ്രശസ്ത സാഹിത്യ നിരൂപക ഡോക്ടർ എം ലീലാവതി. മഹാഭാരതത്തെക്കുറിച്ചുള്ള പഠനമായ ഭാരതാലോകം എന്ന പുതിയ പുസ്തകത്തിന്റെ പ്രകാശനം തൃക്കാക്കരയിലെ ടീച്ചറുടെ വസതിയിൽ നടന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സാഹിത്യകാരൻ എൻ ഇ സുധീറിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ടീച്ചർ എപ്പോഴും കുട്ടികൃഷ്ണന്മാരുടെ മഹാഭാരതത്തെക്കുറിച്ചുള്ള ടീച്ചറുടെ വിമർശനങ്ങൾ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ആ മഹാഭാരതത്തെ തൻ്റെതായ ഒരു കാഴ്ചപ്പാടിലൂടെ എഴുതാൻ പറയുകയും ആദ്യമൊക്കെ മടി പറഞ്ഞെങ്കിലും ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറേ പേജുകൾ എഴുതിയെന്ന് കാണിക്കുകയും പിന്നീട് 3 മാസം കൊണ്ടാണ് ഈ ബൃഹത്തായ പഠനം ടീച്ചർ എഴുതി തന്നത്. ടീച്ചർ തന്നെ പിന്നീട് കോഴ്സ് നോക്കുകയൊക്കെ ചെയ്തു. മഹാഭാരതത്തെക്കുറിച്ച് അഗാധമായി പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ് ലീലാവതി ടീച്ചർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മഹാഭാരതത്തെ എങ്ങനെ കാണുന്നു, മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ എങ്ങനെ കാണുന്നു, മുഹൂർത്തങ്ങൾ എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിക്കാം എന്ന് ടീച്ചറുടേതായ കാഴ്ചപ്പാടാണ്. അത് മഹാഭാരതം അത്രമാത്രം അഗാധമായി അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഓരോന്നിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഭാരതത്തെക്കുറിച്ചുള്ള ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ചും മുഹൂർത്തങ്ങളെക്കുറിച്ചും പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കഥാസാഗരമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. എഴുതിയാലും തീരാത്ത കഥാപാത്രങ്ങളെ സംബന്ധിച്ച വ്യക്തമായ ഓരോ കാഴ്ചപ്പാട് ഉള്ള ഇതാണ്. അപ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും കൂടുതൽ മഹാഭാരതത്തെക്കുറിച്ച് അവഗാഹമുള്ള ഒരു അധ്യാപിക, ബിരുദുല്യായ ഒരു നിരൂപക എഴുതിയ പുസ്തകം എന്നതായിരിക്കും ഭാരതാലോകം അറിയപ്പെടാൻ പോകുന്നത്. വേദവ്യാസന്റെ സങ്കടത്തെ ചെറിയൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു സന്തോഷമാണെന്നും ടീച്ചർ പറഞ്ഞു. മഹാഭാരത യുദ്ധത്തിനെതിരെയുള്ള ശക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് പുസ്തകത്തിലൂടെ എം ലീലാവതി ഓർമ്മിപ്പിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ വിധിയുടെയും നിയതിയുടെയും മുന്നിൽ എല്ലാവരും മൗനം പാലിക്കുകയായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ ശ്രീ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ഊർധ്വബാഹുർവിരമ്യഷ നജ കശ്ചനിൽ ശൃണോതിമേ, കൈ ഉയർത്തി ഞാൻ കേഴുന്നു, കേൾക്കാൻ ആരുമില്ല. അതാണ് ശ്രീ വേദവ്യാസനുണ്ടായിരുന്ന ആ ദുഃഖം അന്നെന്ന് പോലെ തന്നെ ഇന്നും പച്ച പിടിച്ച് നിൽക്കുകയാണ്. യുദ്ധങ്ങൾ ഇന്നും നടക്കുന്നു. കൊച്ചു കുട്ടികൾ പട്ടിണി കിടക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഒരു തരത്തിലും യുദ്ധത്തോട് ബന്ധപ്പെട്ടവരല്ല, പക്ഷെ ചാവുന്നതൊക്കെ അവരാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് ഭാരതത്തിൻ്റെ ഈ സന്ദേശം, അതായത് യുദ്ധങ്ങളാണ് മനുഷ്യരെ നശിപ്പിക്കുന്നത്, അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം. ജന്തുക്കളൊന്നും സ്വന്തം വംശത്തെ നശിപ്പിക്കുന്നില്ല യുദ്ധം ചെയ്തിട്ട്. ബോധശക്തി, ബുദ്ധിശക്തി ഉള്ള നമ്മൾ മനുഷ്യരാണ് അന്യോന്യം വെട്ടിക്കൊല്ലുന്നത്. ഭാരതാലോകം എഴുതാൻ ഡോക്ടർ എം ലീലാവതിക്ക് 3 മാസം വേണ്ടി വന്നു. പുലർച്ചെ 4 മണിക്ക് ഉണർന്നു വായിക്കുകയും എഴുതുകയും ചെയ്യുന്നതായിരുന്നു രീതി. എഴുത്തുകാരി അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയിയുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മേരി അരുന്ധതിയും എന്ന പുസ്തകവും ഉടൻ പുറത്തിറങ്ങും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.